ഹലോ, നമ്മളിന്നൊരു തായ് സാലഡാണ് നോക്കുന്നത് കേട്ടോ. അതിൻ്റെ പേര് സോംതോം സാലഡ് എന്നാണ്. അതിന് വേണ്ടത് പപ്പായ ഗ്രേറ്റ് ചെയ്തത്, സവോള ചെറുതാക്കി അരിഞ്ഞത്, തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക്, കടല, ക്യാരറ്റ്, അത് പുളി ശർക്കരയും കൂടെ പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഈ പപ്പായയുടെ വെള്ളം നല്ലോണം പിഴിഞ്ഞ് കളയണം. എന്നിട്ടൊരു ബൗളിലേക്ക് ഇടുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതാക്കി അരിഞ്ഞ് വെച്ച ക്യാരറ്റ്. ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞ് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഒരേപോലെ കിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് സവോള അരിഞ്ഞത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചേർക്കാനുള്ളത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. ആ പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, അതാ കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഡ്രസ്സിങ്ങാണ്. അതിൽ നമ്മൾ എടുത്തു വച്ചേക്കുന്നത് വാളംപുളി പിഴിഞ്ഞതും ശർക്കരയും കൂടെ പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് തരുന്നത്. ഇത് നല്ലതാട്ടോ. ഇത് നല്ലോണം എല്ലായിടത്തും എത്തുന്ന പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് റോസ്റ്റ് ചെയ്ത് വെച്ച കടലയാണ് കേട്ടോ. ഈ കടല ഇങ്ങനെ ഈ സാലഡിൻ്റെ കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഈ ഡ്രസ്സിങ് എല്ലായിടത്തും എത്തുന്നത് പോലെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം 2-3 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സാലഡാണ്, നല്ല ഹെൽത്തി സാലഡാണ് കേട്ടോ.